അച്ഛാ എന്താ എന്താണ് തിരിച്ചിങ്ങോട്ട് വയ്ക്കണം? എടാ ഞാൻ അച്ഛനെ വിളിച്ചപ്പോ അച്ഛൻ ഞെട്ടിപ്പോയിന്ന്. നീ അച്ഛനല്ല, നീ കൊലവിളിയാടി വിളിച്ചത്. നീ ഇങ്ങനെ വിളിച്ചു, ഇപ്പൊ തീർന്നേ. അതുകൊണ്ട് ഞാനൊരു പേപ്പർ വെച്ചത് കണ്ട. എന്ത് പേപ്പർ? എടാ എനിക്ക് സൈറ്റിലെ കണക്കെഴുതിയ പേപ്പറേ. എന്തോരുണ്ട്? വലിയ പേപ്പറാ? അല്ല, ചെറിയ ഒരു അത്ര വലുതൊന്നുമല്ല. പകുതി അല്ല, ഇത്ര വരും. ടിക്കറ്റ് അത്രേ ഉള്ളൂ. ഇത്ര ഉള്ളോ? ആ. എപ്പോ വെച്ച്? ഇന്നലെ വെച്ച്. എവിടെ വെച്ച്? ഇവിടെ വെച്ചെങ്കിൽ ഞാൻ എടുക്കൂലേടാ. എവിടെ വെച്ചെങ്കിൽ ഇവിടെ വെച്ച്. ഇത്രയും വലിയ പേപ്പർ ആയതുകൊണ്ട് ചിലപ്പോ പറയാൻ പറ്റില്ല. അവിടെ തന്നെ ഇരിക്കും. കളിയാക്കിയാണ്. നിന്റെ ചോദ്യം കേട്ടതൊന്നും ഇത്ര ഉണ്ടാ കിട്ടിയെന്നല്ലേ വിചാരിക്കുള്ളൂ. അച്ഛാ, അമ്മ ഇന്നലെ പടവലത്ത് പോയതല്ലേ? അമ്മയ്ക്ക് ഇന്നലെ വൈകുന്നേരം വരായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരായിരുന്നല്ലോ. പറട്ട കളവന് നോക്കാൻ പോയല്ലേ? പറട്ട കളവനാ? അല്ല, കുട്ടമുള്ള മാമനെ അസുഖമായിട്ട് കിടക്കല്ലേ. ഇപ്പൊ വരുമ്പോ പറഞ്ഞു കേട്ടോ, ഞാൻ പറഞ്ഞ കളവാന്ന് വിളിച്ചത്. അയ്യോ നിക്കണേ, ഞാൻ കണ്ടില്ലായിരുന്നു. ഇപ്പൊ അമ്മയ്ക്ക് പണിയാവല്ലോ. 2 ദിവസം ലീവ് എടുത്തന്നെ അവിടെ നിന്ന് പ്രഷറായിരിക്കും. ഈ കൂടുതൽ സെന്റ് അടിക്കല്ലേ. നിനക്ക് വയ്ക്കൂടാ നിന്റെ അപ്പനെ വയ്യാതായപ്പോ. ഇത് ഞാൻ ഇവിടുത്തെ അതിലും വലിയ പ്രശ്നമായിരിക്കും. എനിക്ക് പോകാൻ പറ്റില്ല അങ്ങനെ. ഭയങ്കര പ്രശ്നമായിരിക്കും. ആ പേപ്പർ എവിടെയെങ്കിലും പോട്ടെ. ഇതിനെ നോക്കാൻ എന്നെ കൊണ്ട് പറ്റൂലട്ടാ. പാലെടുക്കുമ്പോ പറയും കട്ടൻ വേണമെന്ന്, കട്ടൻ കൊടുക്കുമ്പോ പറയും ചൂടുവെള്ളം വേണമെന്ന്, ചൂടുവെള്ളം കൊടുക്കുമ്പോ പറയും പച്ചവെള്ളം വേണമെന്ന്. ഞാൻ കൊച്ചുകുട്ടിയല്ലേ? പിന്നെ കൊച്ചുകുട്ടി. ഇവിടെ ദേഷ്യം കണ്ടിട്ടുണ്ടാ? ഇന്ന് രാവിലെ എന്നെ മേത്തേക്ക് ഗ്ലാസ് എടുത്തെറിഞ്ഞേള്. സ്റ്റീൽ ഗ്ലാസ്. എനിക്ക് പോലെ ലേറ്റ് ആയി. ഫുഡ് വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? ആ, ചേന ഒഴുങ്ങി വെച്ചോണ്ട് അവിടെ. എന്ത് സംസാരം ലച്ചു ഇത്? ഇത്തിരി വൃത്തിയുടെ സംസാരം. ഇത് എടുത്ത് പഠിച്ച് ഭർത്താവിന്റെ വീട്ടിൽ പഠിച്ചോണ്ടാ? ഞങ്ങളൊന്നും സംസാരിക്കാറില്ല. ഇനി മേലെ പിള്ളേരെ വെച്ച് വല്ല പറയണ്ട. അടിച്ച് ചോള. ആഹാ, എന്തൊരു സഭ്യമായ ഭാഷ. കീപ്പിട്ട പച്ച. ഞാൻ പോണ്. എന്നാലേ പേപ്പർ ഷോടെ പോയെന്നാണ് ഞാൻ നോക്കണത്. എന്റെ അച്ഛാ, അത് അമ്മ അടിച്ചു വാരി അപ്പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും. അമ്മ അടിച്ചു വാരി അപ്പുറത്ത് വേസ്റ്റിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും. മക്കളെ കേശു, ആ വേസ്റ്റ് കൂട്ടത്തിൽ നോക്കണം. അമ്മ വേസ്റ്റ് എന്തെങ്കിലും കത്തിച്ചളഞ്ഞില്ലേ? വീട് മൊത്തം കത്തിച്ച് പോകാൻ പറയുന്നത്. എനിക്ക് പുഴുങ്ങിയ പഴം വേണം. ആഹാ, അവിടെ ഏത്തപ്പഴം ഇരിക്കണ കണ്ടല്ലേ? പുഴുങ്ങിയ പഴം എന്തോന്ന് ചേച്ചി ഉണ്ടായി കൊടുത്തൂടെ? കൊച്ചല്ലേ, എന്നാ നിനക്ക് പുഴുങ്ങി കൊടുത്തൂടെ? അമ്മ, ഞാൻ 9th-ലാണ്. എനിക്ക് പഠിക്കാനിട്ടുണ്ട്. ഞാൻ പോട്ടെ. കേശുവേ, ഞാൻ 10th-ലാണ്. അത് മാത്രമല്ല, വേറെ പിള്ളേർക്ക് ട്യൂഷൻ കൊടുക്കൊണ്ട് പോടൂ. പിന്നെ എന്റെ വിധി. നിനക്ക് എന്താ വേണ്ടേ? പുഴുങ്ങിയ പഴം. 2 ദിവസം വീട്ടിൽ ജോലി ചെയ്തപ്പോ തളന്നാ നീ. അച്ഛാ, ദൈവമേ, അവിടെ 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞേ. എന്തോ അച്ഛാ? പുഴുങ്ങിയ പഴം. ദൈവം, ഇതിനെ പെറുക്കി ആർക്കെങ്കിലും കൊടുക്കോ? കാശൊന്നും വേണ്ട, ഫ്രീ ആയിട്ട് കൊടുത്തേരെ. കൊച്ചുവെല്ലാം പറഞ്ഞ എന്നെ വെക്കിട്ട് കയറും. കുട്ടി പിശാചി കുറകെ. പേപ്പർ ഞാൻ ഇവിടെ വെച്ചത്. ആമാ, ഇല്ല, മനസ്സിലായി എനിക്ക്. സോറി. കഴിക്കാൻ റെഡിയാ? അമ്മ ഞാൻ ഇപ്പൊ തിരിച്ചു വിളിക്കാവേ. ഒന്നുമില്ല. എന്താ കരയണെന്തിന്? ഒന്നുമില്ലെന്ന്. ഞാൻ ഫുഡ് എടുത്തു തരാം. ഒന്നുമില്ലാണ്ട് ചുമ്മാ അറിയോ? പറഞ്ഞല്ലോ ഒന്നുമില്ലെന്ന്. എടി കാര്യം പറ. ഇന്നിന് കരയണെന്തിനാ? ഞാൻ പൊട്ടനല്ല, പറ കാര്യം പറ. ഇല്ല, ചേട്ടൻ ലേറ്റ് ആയില്ല. ഞാൻ ഫുഡ് എടുത്തു തരാം. എടി നിന്നെ ആര് വിളിച്ചത്? സിദ്ധുചേട്ടന്റെ അമ്മ. ആന്റിയാ? ആന്റി വിളിച്ചിട്ട് നീ എന്തിനാ പറയണത്? ഒന്നുമില്ലെന്ന്. ഇത് കഴിച്ചിട്ട് പോവാൻ നോക്കുന്ന. എടി നീ കാര്യം പറന്ന്. പറഞ്ഞല്ലോ പ്രശ്നമൊന്നുമില്ലെന്ന്. ചേട്ടൻ കഴിച്ചിട്ട് പോവാൻ നോക്കില്ല. പിന്നെ കഴിച്ചോളാം. നീ എന്ത് കാര്യം എന്തോ പറ. നിനക്ക് എന്റെ അടുത്ത് പറയാൻ പറ്റാത്ത എന്തുവാ കാര്യം? എന്തുവാടാ ഇത്? എന്താണ്? എന്താ ചേച്ചി കരയാണെന്ന് എവളൊന്ന് പറഞ്ഞു. ഇതിനെ കൊണ്ട് വലിയ ശല്യമാണല്ലോ. ഞാൻ കരഞ്ഞൊന്നുമില്ല. ഞാൻ ഓക്കെ. പറയടി, ചോദിക്കടാ. എന്തോ നമുക്ക് നമ്മുടെ അടുത്ത് പറയാൻ പറ്റാത്ത എന്തോ കാര്യമുള്ള? നീ എന്താ വെച്ചാ പറ. പറയാ. സിദ്ധുവിന്റെ അമ്മയെ വിളിച്ചത്. ഇന്നലെ പറഞ്ഞില്ലേ സിദ്ധുവിന്റെ ഒരു കസിന്റെ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ പോയില്ലല്ലോ. പോയില്ല. അപ്പൊ ഞാൻ പോകേണ്ടതായിരുന്നു എന്ന് അമ്മ വിളിച്ച് പറയുമായിരുന്നു എന്റെ അടുത്ത്. ആന്റി വഴക്ക് പറഞ്ഞോ? ഇല്ല, വഴക്കൊന്നും പറഞ്ഞില്ല. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ, പോകേണ്ടതായിരുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞു. ഇനിയിപ്പോ പോട്ട്. ഇനിയിപ്പോ ഇത് ഓടിച്ചത് അച്ഛൻ്റെ അടുത്ത് പറയരുത് കേട്ടോ. ഞാൻ ഫുഡ് എടുത്ത് തരട്ടെ? അതാ. ചേച്ചി കഴിച്ചാ? ഞാൻ പിന്നെ കഴിച്ചോളാം. ഞാൻ തട്ടി കുറച്ചിടും. എനിക്കുള്ള ഓംലേറ്റ് വേണം. നിനക്ക് ഇപ്പോഴല്ലേ കുറച്ച് മുന്നേ ഞാൻ അപ്പം തന്നത്? ഓംലേറ്റ് ഒക്കെ ഞാൻ വൈകുന്നേരം ഉണ്ടാക്കി തരാം. വൈകുന്നേരം വേറെ ഓംലേറ്റ്? വേറെ ഓംലേറ്റ് ഒന്നുമില്ല. എന്തുവാടെ കേശു, നിന്റെ ബാക്കിയായത്? കിട്ടണമല്ല, കഴിച്ചിട്ട് പൊടി കുറിട്ടെ. എന്താ പ്രശ്നം? എന്തുകളെ വഴക്ക് പറഞ്ഞാ? ചേച്ചി കരഞ്ഞു. ചേച്ചി കരഞ്ഞാ? നീ വല്ല പറഞ്ഞാടാ? ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ എന്തിനാ കരയണ? എന്തിനാടേ? ഞാൻ കരഞ്ഞൊന്നുമില്ല. നിന്റെ കണ്ണുണ്ടല്ലേ കരഞ്ഞത്? എന്തിനാ കരയണത്? അത് ഞങ്ങളും ചോദിച്ചോണ്ടിരിക്കണേ. എന്തിനാ ചേച്ചി കരഞ്ഞേ? ശരിയാണല്ലോ, ഞാൻ എന്തിനാ കരഞ്ഞേ?
അതച്ഛാ ഞാൻ ഇവിടെ ഇരുന്നപ്പോഴേ പഴയ കാര്യങ്ങൾ ആലോചിച്ചപ്പോ കണ്ണീന്ന് വെള്ളം വന്ന. ഓ അങ്ങനെ. മക്കളെ ലച്ചു, നിന്റെ മുമ്പെങ്ങനെ തന്തയുണ്ടല്ല, രാമരാവണ ഇത് നേരിട്ട് കണ്ടവരാണ്. അതുകൊണ്ട് പുതിയ ഒന്നും കഥ ഉണ്ടാക്കി പറയണ്ട, ഉള്ളത് പറയണേ. ചേട്ടന്റെ അമ്മ വഴക്ക് പറഞ്ഞു. സിദ്ധുച്ചേട്ടൻ്റെ അമ്മ വഴക്ക് പറഞ്ഞ? ഡേ, അവരെന്ത് ഇതിന് വഴക്ക് പറഞ്ഞ? നീ വല്ല തെറ്റ് ചെയ്താ? ഇല്ല, തെറ്റൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ സിദ്ധുവിന്റെ ഒരു കസിന്റെ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു. ആ അപ്പൊ അതിന് ഞാൻ പോയില്ലല്ലോ, കാരണം നമ്മുടെ അമ്മ പടലത്ത് പോയത് കൊണ്ട് ഞാൻ പോയില്ല. അപ്പൊ അതിന്റെ പേരും പറഞ്ഞ് ചെറിയ വഴക്കല്ല പറഞ്ഞത്, എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു നിനക്കും കൂടെ പോവായിരുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പം ചെറിയ രീതിയിൽ വഴക്ക് പറഞ്ഞു. ചെറിയ രീതിയിൽ. അത് ഇവിടെ ഒന്നും അല്ല, ചങ്ങ് ദൂരെയാ, പെരുമ്പാവൂർ. അവിടെ പെരുമ്പാവൂരാര്? അത് സിദ്ധുവിന്റെ അമ്മയുടെ അനിയത്തിയുടെ മോളുടെ എൻഗേജ്മെന്റ് എന്തോ. അനിയത്തിയുടെ മോളെ അനിയത്തിയുടെ എൻഗേജ്മെന്റ് ചിറ്റപ്പന്റെ കൊച്ചച്ഛൻ്റെ മോക്ക് നീ പോണോ കല്യാണത്തിന്? ഇത്ര അകന്ന ബന്ധുവിന്റെ കല്യാണത്തിന് നീ പോണോ? അതുകൊണ്ടാണ് വഴക്ക് പറഞ്ഞത്? ഇല്ല, വഴക്ക് പറഞ്ഞില്ല. എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു പോവാമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ സിദ്ധുവിനെ വിളിച്ച് പറഞ്ഞതാ ഇത് ഞാൻ പോകുന്നില്ല എന്നുള്ളത്. അപ്പൊ സിദ്ധു പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞേ. മക്കള് ഒരു കാര്യം ചെയ്, ആ സിദ്ധുവിന്റെ അമ്മയെന്ന് വിളി, അച്ഛൻ സംസാരിക്കട്ടെ. അയ്യോ, അതിന്റെ ആവശ്യമൊന്നുമില്ല അച്ഛാ. ആവശ്യമില്ലാണ്ട് വെറുതെ പ്രശ്നം അറിയാണ്ട് ഇതാക്കല്ലേ. സമ്മതിച്ചേ, ആയിക്കോട്ടെ. ഓ, സിദ്ധു ആണ്. ആ സിദ്ധു, ഇല്ല ഞാൻ ഇവിടെ വീട്ടില്. ആ പിന്നെ അമ്മ ഒരു മിനിറ്റ്. അവരെ കൊച്ചിന് ഒരുപാട് വഴക്ക് പറഞ്ഞാ? ഒന്നുമില്ല, ചെറിയ എന്തൊരു മാറ്ററാണ്. ആ ഓ അതെ, അത്രയ്ക്കും വഴക്ക് പറയണ്ട. നിസ്സാര കാര്യത്തിന് നിസ്സാരമായിട്ട് തള്ളിക്കളയണം, അല്ലെങ്കിൽ ഉണ്ടല്ലേ. ആ ആ ആ ഹലോ, എടാ ഞാൻ വീട്ടിൽ നിന്ന് 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങൂട്ടാ. ആ അപ്പൊ എങ്ങനെ നീ ജംഗ്ഷനിലോട്ട് വരുമോ അതോ എന്നെ നേരെ പിക്കാൻ വരുമോ? എടാ അല്ലടാ, എനിക്ക് നടക്കാൻ മടിയാ, ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്, അതാണ്. വേണ്ട വേണ്ട വേണ്ട, ഞാൻ വരാം, ഞാൻ ജംഗ്ഷനിലോട്ട് വരാം. ശരി. എന്തായി, ചേട്ടനെ വിളിച്ച് പോകാൻ വെച്ചാ? ആ അതൊക്കെ എപ്പോഴേ കഴിഞ്ഞ്. സിദ്ധുവിന്റെ അമ്മയെ വിളിച്ച കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ കിടന്ന് ഭയങ്കര ചെയ്തി. അത് കഴിഞ്ഞപ്പോ എന്റെ ഒരു ഫ്രണ്ടും വിളിച്ചു. ഫോൺ തരാനാ? ഇത് താഴിട്ട് പൊട്ടിക്കോ? എടി, നിനക്ക് ഓംലെറ്റ് വേണം നിർബന്ധമാണോ? കിട്ടിയാ കൊള്ളാം. പിണായി തരാം. നോക്കിയേ, 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചേച്ചിക്ക് ആ ഫോൺ തിരിച്ചു കൊടുക്കണം കേട്ടാ. പിന്നെ ചേച്ചിക്ക് നല്ല പണിയുണ്ട്, അതുകൊണ്ട് പാറു ഫുൾ ടൈം ഫോണിലായിരിക്കും അല്ലേടി? ആ ഞാനെങ്ങാനും ഓഫീസ് വിട്ട് ഇവിടെ വരുമ്പോ പാറു ഫോണിൽ കളിച്ചോണ്ടിരിക്കണ കണ്ടു കഴിഞ്ഞാൽ നല്ല പട വെച്ചിരും കേട്ടാ. ചേച്ചിക്ക് ഫോൺ വന്നാ. ചേച്ചി ഫോൺ ആരാ? നോക്കേ, സിദ്ധു ചെയ്തിരിക്കുന്നേ. അയ്യോ, സിദ്ധുവിന്റെ അമ്മ. ഹലോ, ആമ. ഇല്ല, സിദ്ധു കുറച്ചു മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല അമ്മ, ഞാൻ വിളിച്ചിട്ട് പരാതിയായിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല. അതിന് സിദ്ധു എന്തിനാ അമ്മേനെ വിളിച്ച് ചൂടാവണേ? അമ്മ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്, ഞാൻ സിദ്ധുവിനെ വിളിച്ച് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഹലോ ഹലോ, ഒന്നുമില്ല. ഒന്നുമില്ല. ഇവിടെ ചേച്ചി എന്തിനാ കരയുന്നത്? ഇതുപോലെ അച്ഛൻ കണ്ടു വന്നോണ്ടല്ലോ. അച്ഛാ അതെ പറയട്ടെ അച്ഛാ, ഇപ്പം നമ്മുടെ സിദ്ധുവളിയും വിളിച്ചായിരുന്നു, ചേച്ചി നേരത്തെ വിളിച്ചായിരുന്നല്ലേ. അപ്പൊ ചേച്ചിയെ സിദ്ധുവളിയന്റെ അമ്മ വിളിച്ച് വഴക്കുറഞ്ഞ കാര്യം ചേച്ചി പറഞ്ഞായിരുന്നു. അപ്പൊ അളിയെ അപ്പൊ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല, ചിരിച്ച് തള്ളി. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ അളിയന് ദേഷ്യം വന്ന് അളിയന്റെ അമ്മയെ വിളിച്ചത് വഴക്കുറഞ്ഞു. അപ്പൊ ആ ദേഷ്യവും ഫ്രസ്ട്രേഷനും കൂടെ ആ അളിയന്റെ അമ്മ ചേച്ചിയെ വിളിച്ച് വഴക്കുറഞ്ഞു. ഇല്ല അച്ഛാ, വഴക്കായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ എന്തിനാണ് അമ്മ പറഞ്ഞ കാര്യം സിദ്ധുവിനെ വിളിച്ച് പറഞ്ഞതെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ഇല്ല അച്ഛാ, വഴക്കും പറഞ്ഞില്ല, കാര്യം മാത്രം എന്റെ അടുത്ത് പറഞ്ഞുള്ളൂ. കാര്യം പറഞ്ഞ നീ കരണതിന് ഒരു കാര്യം ചെയ്യ്, എന്റെ തള്ളയെ വിളി, നീലിനെ വിളിയടി. അവള് നേരെ അവന്റെ തള്ള വിളിച്ച് കാര്യം പറയട്ടെ. അവളെ കുഞ്ഞമ്മരെ നേരെ അമ്മരെ മാപ്പിളരെ അടിയന്തരത്തിന് എന്തിനു കുഞ്ഞായിക്കോട്ടെ. എവിടെ കൊണ്ടങ്ങ് പാലക്കാട് പോണെന്ന് പറഞ്ഞേ? പാലക്കാടല്ല, പെരുമ്പാവൂർ. എന്തൊരു കുഞ്ഞായിക്കോട്ടെ. എന്റെ അച്ഛ, അത് ഞാൻ പറയണോന്ന് കേക്ക്. ചിലപ്പോ സിദ്ധുവിന്റെ അമ്മ കുടുംബക്കാരോട് പറഞ്ഞു കാണുമ്പോ എന്റെ കൂടെ മരുമോളും വരുന്നുണ്ടാവുന്നു. അപ്പൊ ഞാൻ ചെല്ലാടായപ്പോഴത്തേക്ക് എല്ലാരും ചോദിച്ചാണ് കൊച്ചെന്തേന്ന്. അപ്പൊ അമ്മയ്ക്ക് വിഷമായപ്പോ അമ്മ എന്നെ വിളിച്ചു. അങ്ങനെ അവർക്ക് നിന്നെ കൂടെ നാട് മൊത്തം പ്രദർശിപ്പിക്കാനല്ല അവിടുന്ന് കെട്ടിച്ച് അങ്ങോട്ട് അയച്ചത്.
അങ്ങനെ നല്ല ആന്റി പാവമാണ്. അവരെന്തെങ്കിലും അറിയാം. പിണാവാക്കി അവരെ കയ്യിൽ ഇരിക്കും, പിണാവ് അവിടെ ഇരിക്കും. എന്റെ കൊച്ചിനെ കരപ്പിക്കാൻ പറ്റൂല. അച്ഛനും ചേച്ചിനെ അറിയാലോ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയ ചേച്ചി അപ്പരുന്ന് കരയും. ഇവിടെ തന്നെ എന്തോരം കാര്യങ്ങൾക്ക് ചേച്ചി വെറുതെ ഇരുന്ന് കരയാറുണ്ട്. ഇവിടെ കിടന്ന് കണയിട്ട് അതുപോലല്ല കെട്ടിച്ചെടുത്ത് കണയണത് കേട്ടാ. അച്ഛാ അത് വിടത് കഴിഞ്ഞില്ലേ, പിന്നെ എന്താ? അത് പറ്റൂല, ഇത് മുളയിലെ ഉള്ളിൽ കഴിയണം. അല്ലെങ്കിൽ പിന്നെ അവൻ വിളിച്ച് അവന്റെ തള്ള ചീത്ത വിളിച്ച് എന്നെ ആ തള്ള വിളിച്ച് അവനെ ചീത്ത വിളിക്കേണ്ട കാര്യം എന്തിനാണ്? പറ. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. തിരിച്ച് അവളവിടെ പോയി നിൽക്കണ്ടല്ലേ. ഇപ്പൊ നമ്മൾ അനാവശ്യമായിട്ടൊരു പ്രശ്നം വെറുതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിപ്പോ അവൾക്ക് ബാധിക്കുള്ളൂ. ഇപ്പൊ പ്രശ്നം വെറുതെ പ്രശ്നം ആരാണ് ഉണ്ടാക്കിയത്? പറയടാ. അല്ല അല്ല ഈ നീ പറഞ്ഞു അവിടെ അവരല്ലടാ പ്രശ്നം ഉണ്ടാക്കിയത്, അല്ല നമ്മളാണ് പ്രശ്നം ഉണ്ടാക്കിയത്. നീ പറഞ്ഞു കേട്ടത് പ്രശ്നം ഉണ്ടാക്കിയത്. അച്ഛാ ചെറുതായിട്ട് അവര് പ്രശ്നം തുടങ്ങി. ചെറുത് വരുന്നല്ല, പ്രശ്നം പ്രശ്നം തന്നെ. അച്ഛാ അത് കഴിഞ്ഞില്ല, അത് പോട്ടെ. നിനക്കത് പേടിയാ? ഞാനെന്തിനാ പേടിക്കണേ? പേടിക്കാൻ നീ ഒരു കാര്യം ചെയ്യും, അവരെ വിളിക്കാൻ സംസാരിക്കിട്ട്. അച്ഛൻ ഒന്ന് അടങ്ങി അമ്മേനെ കൊണ്ട് സംസാരിപ്പിക്കാം. അമ്മേനെ വിളി തള്ള വിളി കുട്ടമ്പള മാള വിളി ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. എടാ ബാലേന്ദ്രൻ നമ്പി അങ്ങോട്ടൊന്നിനും പോകൂല, ഇങ്ങോട്ടൊന്നും വിടൂല വിടൂല വിടൂല. തള്ള വിളി, എനിക്ക് കുറച്ച് പണിയുണ്ട് ഇവിടെ. വിളിയടാ തള്ള വിളിയടാ. അവർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, അവർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. കുട്ടമ്പള നമുക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. നീ വിളി അവളാണ് എല്ലാത്തിലും. നീ വിളി. ഫോൺ തന്നെ ചേട്ടാ, ചേട്ടൻ വന്നൂടെ? ശരിയാക്കി തരാം. ഓഫീസിൽ വിടുമ്പോഴത്തെ കാര്യമൊന്നുമില്ല. അങ്ങോട്ട് ചെല്ലു പോ.